ഇപ്പോൾ കോൺഗ്രസിൽ നിന്നാണ് വാർത്ത. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തൃത്താലയിലും കോൺഗ്രസിൽ തർക്കം എന്നതാണ് ആ വാർത്ത. VT ബൽറാം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുന്നുവെന്ന് ആരോപിച്ച് ഒരു വിഭാഗം നേതാക്കൾ പ്രത്യേക യോഗം ചേർന്നു. DCC ഭാരവാഹികൾ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ 30-ലധികം നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. ബൽറാമിന്റെ ഏകാധിപത്യ രീതി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഗ്രൂപ്പ് യോഗത്തിൽ വിമർശനമുയർന്നു. വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ചേർന്നു. സച്ചിൻ, ഇതിപ്പം കോൺഗ്രസിനകത്ത് അത്ര അസ്വാഭാവികമായൊരു കാര്യമല്ല ഇങ്ങനെയുള്ള യോഗം ചേരലുകൾ. അവിടെ VT ബൽറാം തന്നെ മത്സരിക്കും. MP രാജേഷിനെതിരെ കഴിഞ്ഞ തവണത്തെ പരാജയം മാറ്റി VT ബൽറാം വിജയിക്കും എന്നൊരു ധാരണ പൊതുവിൽ കോൺഗ്രസ് വൃത്തങ്ങളിലാകെ ഉണ്ട്. ആ ആത്മവിശ്വാസത്തോടെയാണ് VT ബൽറാമും പുറത്തേക്ക് ഈ കാര്യങ്ങളെ കുറിച്ചുള്ള സൂചനകൾ നൽകുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ അദ്ദേഹത്തിനെതിരായിട്ട് വിമർശനം വരുന്നു എന്നതിനെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് എന്ന കണക്കൂട്ടലിലാണോ ബൽറാം വിഭാഗം? സനീഷെ, പാലക്കാട്, അതായത് കേരളത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ ആദ്യഘട്ട പട്ടികയിൽ ഇടം പിടിച്ച ഒരു മണ്ഡലം കൂടിയാണ് തൃത്താല. തൃത്താലയിൽ ഒറ്റ പേര് മാത്രമാണ് KPCCൻ്റെയും AICCയുടെയും മുന്നിലെത്തിയത്. അത് KPCC വൈസ് പ്രസിഡൻ്റായിട്ടുള്ള VT ബൽറാമിൻ്റെ പേരാണ്. കഴിഞ്ഞ തവണ നിലവിലെ മന്ത്രി MP രാജേഷിനോട് 3000 ചില്ലാനം വോട്ടിനാണ് തൃത്താലയിൽ VT ബൽറാം പരാജയപ്പെട്ടത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കഴിഞ്ഞ 5 വർഷമായി തൃത്താല കേന്ദ്രീകരിച്ച് ശക്തമായ പ്രവർത്തനമാണ് VT ബൽറാമിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വീണ്ടും തൃത്താലയിൽ ഗ്രൂപ്പ് യുദ്ധം ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ CV ബാലചന്ദ്രനും അതേപോലെ തന്നെ VT ബൽറാം പക്ഷവും തമ്മിൽ വലിയ രീതിയിലുള്ള വിഭാഗീയത നിലനിന്നിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് VT ബൽറാം തൃത്താലയിൽ പരാജയപ്പെടാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായിരുന്നത്. ഇത്തവണ ഇപ്പോൾ VT ബൽറാമും CV ബാലചന്ദ്രൻ അടക്കം ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ മറ്റൊരു വിഭാഗം ശക്തമായ രീതിയിൽ ഇരുവർക്കുമെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രധാനമായും VT ബൽറാമിൻ്റെ ഏകാധിപത്യ നടപടികൾക്കെതിരെയാണ് ഇപ്പോൾ തൃത്താലയിൽ ശക്തമായ രീതിയിൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളെല്ലാം ചേർന്ന് കഴിഞ്ഞ ദിവസം ഒരു സംഘടന രൂപീകരിച്ചിട്ടുള്ളത്. പ്രധാനമായി K കരുണാകരൻ്റെ പേരിലാണ് ഇത്തരത്തിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നത് എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചത്. DCC വൈസ് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു യോഗം അവിടെ ചേർന്നിട്ടുള്ളത്. CH ഷൗക്കത്ത് അലി നിലവിലെ പാലക്കാട് DCC വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹമാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്തത്. കരുണാകരൻ ഫൗണ്ടേഷൻ്റെ പേരിലാണ് തൃത്താലയിൽ VT ബൽറാമിനെതിരെ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രധാനമായും തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം നിരവധി സ്ഥാനാർത്ഥികളെ വെട്ടുന്നതിൽ വലിയ രീതിയിലുള്ള പങ്ക് വഹിച്ചത് VT ബൽറാമാണ്. VT ബൽറാമിനൊപ്പം നിൽക്കുന്നവരെ മാത്രമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരിഗണിച്ചത് എന്നാണ് ഈ വിഭാഗം ഉന്നയിക്കുന്നത്. അതിനാൽ തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് തൃത്താലയിലെ കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സനീഷ്, ശരി, നന്ദി സച്ചിൻ. വിവരങ്ങൾക്ക് മറ്റൊരു